അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, ഞാൻ പലിശയായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന കാര്യം, ഒരു സംഗതി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം നൂറ് സദരീൻ്റെ ക്ലാസ് നടന്ന് തഫ്സീർ സെഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറിന് ശേഷം 1-2 മണിക്കൂർ ഡിസ്കഷൻ ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ജീവിതത്തിലെ ലോകത്തിൽ പല ഭാഗത്തുള്ള പല അനുഭവങ്ങളും ഇൻസിഡൻസുകളും കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ നമ്മുടെ ചുറ്റുവട്ട സറൗണ്ടിങ്സിലുള്ള ആളുകളുടെ കഥകൾ മാത്രമാണല്ലോ അറിയുന്നത്. അതല്ല, വേൾഡിൽ നിന്നുള്ള പല സംഭവങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നു. ഈ ഒരവസ്ഥയിൽ റുസദരി ആയിഷ മൗലവിയുടെ ഉമ്മ മുംതാസ് പാവങ്ങാടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിസ്കഷൻ സെഷനിൽ ഒരു സഹോദരി പറയുന്ന അവരുടെ ഒരു അനുഭവം, ഒരു സഹോദരിയല്ല 2-3 സഹോദരിമാർ പറയുന്നുണ്ട്. അതിൽ കേരളത്തിലെ തന്നെ ഒരു നമ്പർ 1 ബ്രാൻഡ്, അല്ല കേരളം എന്ന് പറഞ്ഞുകൂടെ, ഇൻ്റർനാഷണലി ഫേമസ് ആയ ഒരു നമ്പർ 1 റൈസ് പൗഡർ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പലിശൻ്റെ സംബന്ധിച്ചൊരു വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഒരു ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വലിയൊരു സംഖ്യ, അതായത് ഏകദേശം 1/2 crore അടുത്ത് അവർക്ക് ക്യാഷ് ആവശ്യമായിട്ട് വന്നു. അത് നിർബന്ധമാണ് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ ഹസ്ബൻഡ് ഇത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിൽ ലോൺ എടുക്കാൻ തയ്യാറായി. അതിനുള്ള പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്ത് തുടങ്ങി, പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങി. പക്ഷേ ഭാര്യ, അവരവരുടെ ഫാമിലി ഒരു സ്റ്റാറ്റസ് ആയിരുന്നു അത്. ഭാര്യ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഞാൻ പലിശ തൊടാൻ സമ്മതിക്കൂല. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ശീതസമരങ്ങൾ നടന്നു. വലിയൊരു സംഖ്യ, ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ഭർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല അല്ലേ? അങ്ങനെ എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. അപ്പം ഭാര്യ പറയുന്നു, നിങ്ങൾ ഒരു ഡേറ്റ് താ, ആ ഡേറ്റിനുള്ളിൽ ഞാൻ ശ്രമിക്കുക, എവിടുന്ന് കിട്ടും അതെനിക്കറിയില്ല, അള്ള തരും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ഡെഡ് എൻഡ് ഡേറ്റ് കൊടുക്കുന്നു. അവർ ആ ക്യാഷിന് വേണ്ടി ഓടി നടക്കുന്നു. അത്രയും വലിയ ക്യാഷ് അവർക്ക് എവിടുന്നാണ് ആ പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസം ഫുൾ ക്യാഷ് റെഡിയായി. എങ്ങനെയാണ് കിട്ടിയതെന്ന്, എവിടുന്നാണ് കിട്ടിയതെന്നല്ല, ആരാ കൊടുത്തതെന്നറിയില്ല. അത്രക്ക് റിലേറ്റീവ്സ് ആർക്കോ കടം കൊടുത്തതോ എന്തോ ആവാം. അങ്ങനെ ആ പൈസ മിറാക്കിളി ഗിവൺ, അവർ ലോൺ ടച്ച് ചെയ്യാണ്ട് ആ ബിസിനസ് അവർക്ക് വളരെ രീതിയിൽ വളർന്ന് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ബിസിനസ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ബാരക് അല്ലാഹു ഫീ. ഭയങ്കരമായിട്ട് ധർമ്മം കൊടുക്കുന്ന നല്ലൊരു സ്വഭാവമുള്ള ഏറ്റവും നല്ല ഫാമിലിയായിട്ട് ഞാൻ ഒരു ദിവസം രാത്രി സ്പെൻഡ് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. അത് വെച്ചാൽ അത്ര സിൻസിയറായിട്ട് ദീനിന് വേണ്ടിയിട്ട്, ദഅവക്ക് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അവരിൽ എന്താ പറയുന്നത്, ഒരു സമ്പാദ്യത്തിലും എലിമത്തിലും എല്ലാ കാര്യത്തിലും അവർക്ക് ബർക്കത്തുണ്ടാകാൻ വേണ്ടി. ഇനി മറിച്ച് വേറൊരു സംഭവം, അതും തന്നെ ഇതേ സ്വദേശിയായിട്ടുള്ളൊരു സ്ത്രീ, അവരെ മകന് 2 ആൺകുട്ടികളും ഒരു മോളാണെന്ന് തോന്നുന്നു. ഈ ഒരു മോന് ബാങ്കിൽ, മറ്റേ അത് ഇസ്ലാമിക് ബാങ്കിൽ ഗൾഫിലായിരുന്നു ജോലി. പക്ഷേ അവൻ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നേ ഇല്ല. ഇസ്ലാമിക് ബാങ്കായിട്ടുള്ള ബാങ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അവിടെ HR ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഇവന് ആകെ മനസ്സമാധാനക്കേട്, സ്വസ്ഥതക്കേട്, ധൈര്യം സംഭരിച്ച് ജോലി രാജിവെച്ചു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, മിറാക്കിളി എന്ന് വേണം പറയാൻ. ഏറ്റവും നല്ല കമ്പനിയിൽ അവന് ജോലി കിട്ടി. ജോലിയും ഫാമിലി സ്റ്റാറ്റസും എല്ലാവിധ സൗകര്യങ്ങളും കിട്ടി. അവന് മറ്റൊരു നല്ല ജോലി കിട്ടി മാറാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ കാരുണ്യമല്ലാണ്ട് മറ്റെന്തു പറയാൻ. പലിശ തൊടില്ല. പലിശ എഴുതുന്നവനും വാങ്ങുന്നവനും എഴുതി വെക്കുന്നവനും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്ക് കുറ്റക്കാരാണെന്നുള്ള ഒരു വസ്തുത നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? ഇൻഷാ അല്ലാഹ്, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കേൾക്കുക. 78-79 ആയത്തുകൾ സൂചിപ്പിക്കുന്നത് പലിശയുമായി ബന്ധപ്പെട്ടിട്ടതാണ്. അതായത് പലിശ കഴിക്കുന്നവർ പിശാച് തൊട്ടതിൻ്റെ ഫലമായി ഭ്രാന്തനായിട്ടല്ലാതെ എഴുന്നേൽക്കുകയില്ല. നാളെ പരലോകത്തെ അവസ്ഥയാണ്, അല്ലേ? ചിലർ പറയും, അല്ലേ, ദാലിക ബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ല റിബ വഹല്ലല്ലാഹു ബൈഅ ഹറമ റിബ. അതായത് വിൽപ്പനയും പലിശയും ഒന്ന് തന്നെയാണ് എന്ന് ചിലർ വാദിക്കുന്നു, അല്ലേ? അള്ളാഹു വിൽപ്പനയെ ഹലാലാക്കുകയും പലിശയെ ഹറാം ചെയ്യുകയും ചെയ്തു.
അപ്പോൾ മറ്റൊരു സഹോദരിയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇതുപോലെ എന്തോ വലിയ പ്രയാസം നേരിട്ടു എന്ന് മാത്രമല്ല, ബിസിനസ്സിൽ പിന്നെ ഡള്ളായത് കാരണം അവർ ലോണിന് അപേക്ഷിക്കേണ്ടി വന്നു. ലോൺ എടുത്തു. സ്ഥിരമായിട്ട് ആ സഹോദരി പിന്നെ ഭർത്താവിനെ ശകാരിച്ചു കൊണ്ടിരുന്നത്, വേണ്ട ഇത് വേണ്ട, നമുക്ക് ലോണ് വേണ്ട, ലോണ് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്രായപൂർത്തിയായ മകനും മകളും ഉണ്ടായിരിക്കുക, അതൊന്നും അവരുടെ വിവാഹത്തെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിക്കാതെ എടുത്തു ചാടിക്കൊണ്ട് അവർ വീട് വിൽക്കുകയും വീട് വിറ്റിട്ട് വാടകയ്ക്ക് വാടക വീട്ടിൽ താമസിക്കുകയും കംപ്ലീറ്റ് ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു. മിറാക്കിളി, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ബില്ലാഹി തൗഫീഖ്. അവരുടെ 2 കുട്ടികൾക്കും നല്ല നിലയിൽ തന്നെ നല്ല ബന്ധങ്ങൾ വരികയും പിന്നെ ആ വാടക വീട് മാറിയിട്ട് അവർക്ക് സ്വന്തമായ നിലയിൽ ആ ബിസിനസ്സിൽ ഹലാലായ ബർക്കത്ത് ധാരാളമായി വർഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കാനും സാധിച്ചു. അത്ര വലിയ വീടൊന്നുമല്ലെങ്കിലും ഹലാൽ മാത്രം തൊട്ട് കളിച്ചപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ള അപാരമായ റാഹത്ത് ബർക്കത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ മറ്റൊരു മോൻ്റെ കാര്യം കൂടാണ്. 4 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മോന് നല്ല സ്കൂളിലും കോളേജ് ലെവലിലൊക്കെ ഭയങ്കര നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടിയിട്ട് കലാതിലകവും കലാപ്രതിഭയൊക്കെ ആയിട്ട് പിന്നെ യുവജനോത്സവത്തിലൊക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു മോനായിരുന്നു. അങ്ങനെ ഒരിക്കൽ പിന്നെ റിയാലിറ്റി ഷോയിൽ ഒരു ആഡ് കണ്ടു, പിന്നെ പാട്ട് പാടൂ ഫ്ലാറ്റ് നേടും. അവർക്കാണെങ്കിൽ താമസിക്കാൻ വീടുമില്ല. അപ്പോൾ എന്നിരിക്കട്ടെ, എന്നാൽ നമുക്കൊരു വീട് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയോട് കൂടി ഈ കൊച്ചുമോൻ പിന്നെ റിയാലിറ്റി ഷോയിലേക്ക് പാട്ട് പാടാൻ പോയ അവസരത്തിലാണ് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതും. കൊപ്രക്കളത്ത് നിന്നിട്ടൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന ആ സുഹൃത്ത് ചോദിച്ചു, എന്തിനാ മോനെ ഇവിടുത്തെ ദുനിയാവിലെ വീട്, പാട്ട് പാടി കിട്ടുന്ന മ്യൂസിക്കിന് അഡിക്ഷനായിട്ടുള്ള വീട്, അത് നമുക്ക് ഇവിടെ അല്ല ഉപകരിക്കും, നീ വാൻ്റെ കൂടെ കോളേജിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി കോളേജിൽ പോവുകയും പഠിക്കുകയും ആലിം കോഴ്സാണെന്ന് തോന്നുന്നു, ഹിഫ്ലോ ഹാനിം കോഴ്സോ ചെയ്തു നല്ലൊരു ലെവലിൽ കർണാടകയിൽ നിന്ന് ആ കുട്ടിയെ ഡയറക്റ്റ് ഏതൊരു പള്ളി കമ്മിറ്റി പൊക്കുകയും മാത്രമല്ല, അതിശയം എന്ന് പറയാൻ ടു സെഡ് സാധനങ്ങൾ, ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ, പപ്പടം കൊടുത്തുന്ന കൊള്ളി വരെ എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവനൊരു വീടും അവർ നൽകി, സ്വന്തമായിട്ട് നൽകി. ഇങ്ങനെ ആർക്കും അങ്ങനെ പള്ളി കമ്മിറ്റി ഒന്നും കൊടുത്ത് ഇങ്ങനെ ഒറ്റയടിക്കൊന്നും കൊടുത്ത് കാണാറില്ല. അങ്ങനെ ഫാമിലി, വീടില്ലാത്ത ഫാമിലി അവൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന അവസ്ഥയിൽ ഇതാണ് ഇത് അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്തുള്ള ഒരു കാര്യമില്ലല്ലേ. എന്നാലും നമുക്ക് പലിശ ആണെങ്കിലും വേണ്ടിയില്ല, നമ്മളെ വീട് മൊഞ്ചാക്കട്ടെ, മോളെ കല്യാണം ഇതാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പിന്നെ പലിശയോട് അടുക്കുന്നവരും ഓരോ അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നവരും വിചാരിക്കും, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലേ, മനുഷ്യൻ മുസ്ലിം ആയിക്കൊണ്ടല്ലാണ്ട് മരിപ്പിക്കൂടല്ലേ. അങ്ങനെ മരിക്കുന്ന അവസ്ഥയിൽ ഭ്രാന്തന്മാരെ പോലെ, ലഹരി ബാധിച്ചവരെ പോലെ നാളെ പരലോകത്ത് അള്ളാഹു ഹാജരാക്കുന്നതിനെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം കൂടെ ശ്രദ്ധിക്കുക, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബാഖി. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പരീക്ഷയിൽ നിന്ന് ബാക്കി നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലേ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഫഇല്ലം തഫഅലു ഫഅദൻ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അത് അങ്ങനെ പ്രകാരം നിങ്ങൾ ചെയ്യില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയുമായിട്ട് യുദ്ധത്തിന് തയ്യാർ. അള്ളാഹുമായിട്ട് യുദ്ധം ചെയ്യാൻ ആർക്കാ മനുഷ്യന്മാരെ പറ്റുക? അപ്പം പലിശ അത്യാവശ്യമായി വരുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും. ഓഫ് കോഴ്സ് ഇല്ലാണ്ടിരിക്കൂല. പക്ഷെ അത് തൊടൂലാന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ബർക്കത്തേറിയ ഒട്ടനവധി മൂല്യം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ഭാഗം തിരിച്ചു കൊടുക്കാനാവാത്ത ധനം അള്ളാഹു നിങ്ങളിലേക്ക് ഒഴുക്കുന്നതായിരിക്കും. ഇത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഒരു എന്താ പറയുന്ന, ഒരു പലിശ ലോണും എടുത്ത് കളിക്കുന്നവർക്കൊക്കെ ഇതൊരു ഗുണപാഠമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.